മൂന്നാമത് അവർ പറഞ്ഞത് ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. റബ്ബേ, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, ഒരു കൂട്ടരുള്ളത് തന്നെയും നിന്റെ അധീനത്തിലാണ്, അവർക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിന്റെ അധീനത്തിലാണ് റബ്ബേ. വ്യക്തമായിട്ട് അവർ പറയാം, റബ്ബേ നീയല്ലാതെ ഒരു റബ്ബില്ല, നിനക്ക് ശരീക്കന്മാരില്ല, ഉള്ള ഒരു കൂട്ടരാ. അവരാരാന്നറിയോ? നിന്നെ പോലെ വേറെ ആളൊന്നുമല്ല, നീ കൊടുത്ത കഴിവുള്ള ആളുകളാ, നീ കൊടുത്ത കഴിവാണത്. അവർക്ക് സ്വന്തമായിട്ടൊരു കഴിവില്ല, ശക്തിയില്ല, അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല റബ്ബേ, നീ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കാം, ഇതിന് പുതിയ ഒരു വ്യാഖ്യാനം ഈ അടുത്ത് ഞാൻ കേട്ടു. ഏതുപോലെ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഈ വിഷയം പഠിക്കാൻ ആ ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഏതുപോലെ നമ്മളൊരു പലർക്കുകടയിൽ ചെല്ലുമ്പോ അവിടെ മുതലാളിയൊന്നും ഉണ്ടാവില്ല. അവിടെ ഏൽപ്പിച്ച ആളോടാണ് നമ്മൾ എന്ത് ചെയ്യാം, 1 കിലോ പഞ്ചസാര വരട്ടെ, 1 കിലോ ശർക്കര വരട്ടെ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ശർക്കരന്റെ പഞ്ചസാരന്റെ ഉടമ ആരാണ്? മുതലാളി സ്ഥലത്തില്ല. ഉണ്ടായാൽ തന്നെ നമ്മൾ ഓരോട് പറയുന്നില്ല. നമ്മളത് പറയുന്നത് ആരോടാ? സാധനം എടുത്തു തരുന്ന ഖാദിമിനോടാണ് നമ്മൾ പറയുന്നത്. 1 കിലോ ശർക്കര ഉണ്ടാ, 1 കിലോ പഞ്ചസാര എടുക്ക്, 1 ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടാ, 1 കിലോ മഞ്ഞൾ ഉണ്ടാ എന്നൊക്കെ നമ്മൾ പറയുന്നത് ആരോടാ? വേലക്കാരനോട്. വേലക്കാരൻ ആ കച്ചവടത്തിന്റെ ഉടമയാണോ? അല്ല. പക്ഷെ ഓനോട് ചോദിക്കുന്നത് പോലെ കച്ചവടക്കാരനെ ഒഴിവാക്കി വേലക്കാരനോട് ചോദിക്കുന്നത് പോലെ അള്ളാഹുവിനെ പടച്ചതമ്പുരാനാണ് ഇതിന്റെയൊക്കെ ഉടമാവകാശി, അള്ളാഹുവാണ് പരമാധികാരി, അള്ളാഹുവിന്റേതാണ് ഈ കഴിവുകളെല്ലാം, അള്ളാഹ് കൊടുത്ത കഴിവെന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് ഞങ്ങൾക്ക്. അതാരൊക്കെയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം, ഇവരൊന്നും അള്ളയല്ല, അള്ളാഹ് ഇങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട്. അവരോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് മൂന്നാമത്തെ ന്യായ അവർ പറഞ്ഞത്. മുശ്രിക്കുകൾ പറഞ്ഞ ന്യായ, മുശ്രിക്കുകൾ പറഞ്ഞത്. നാലാമത് അവർ പറഞ്ഞത് എന്താണെന്നറിയോ? വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ. ഞങ്ങളുടെ വാപ്പപ്പാർ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങളും ഇങ്ങനെ ചെയ്യുന്നു. ഒരൊക്കെ നരകത്തിലാണ്, ഞങ്ങളോട് നരകത്തിൽ പോയിക്കോട്ടെ, നിങ്ങളൊന്നും ഇപ്പൊ ഞങ്ങളെ നന്നാക്കാൻ നടക്കണ്ട. ഇതാര് പറഞ്ഞതറിയോ? എല്ലാ നബിമാരോടും ആ സമുദായം പറഞ്ഞതാ. എല്ലാ നബിമാരോടും ആ സമുദായം പറഞ്ഞതാ. ആ സമുദായം പറഞ്ഞ, അബൂജഹൽ പറഞ്ഞ, ഉത്ബത്ത് പറഞ്ഞ, ശൈബത്ത് പറഞ്ഞ സഹോദരങ്ങളെ, ഈ ന്യായങ്ങൾ ഇന്ന് നമ്മൾ പറയാൻ പാടുണ്ടോ? അള്ളാഹുവിനെ കടുപ്പിക്കാനാണ് ഞങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നതെന്ന് നമ്മൾ പറയാൻ പാടുണ്ടോ? അള്ളാഹുവിന്റെ അടുത്തുള്ള ശുപാർശകന്മാരാണ് ഈ ആളുകളെന്ന് നമ്മൾ പറയാൻ പാടുണ്ടോ? അള്ളാഹ് കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് നമ്മൾ പറയാൻ പാടുണ്ടോ? ഇത് കാക്കക്കാരന്മാരുടെ മാർഗാണെന്ന് നമ്മൾ പറയാൻ പാടുണ്ടോ? ഇത് അബൂജഹൽ പറഞ്ഞതല്ലേ? എന്നിട്ട് ഈ ആളുകൾക്ക് അള്ളാഹു എന്ന് മറുപടി പറഞ്ഞു, നിങ്ങളുടെ ഉദ്ദേശം നല്ലതാണ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനും അള്ളാഹുവിന്റെ ശുപാർശക്കാരുമായി അള്ളാഹ് കൊടുത്ത കഴിവെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നൊക്കെയാണല്ലോ. കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ ചോദിച്ചാലും മതി എന്നാണോ? അല്ല. അള്ളാഹ് ഏറ്റവും ഗൗരവമുള്ള പാപമായിട്ട് അതിനെയാണ് അള്ളാഹ് എണ്ണിയത്. ഏറ്റവും ഗുരുതരമായ പാപമായിട്ട് എണ്ണിയത് ഈ പാപത്തിനെയാണ്. ഏത് പാപം? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന കൊടും സാധകത്തെ കുറിച്ച് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞത്, ഇന്ന ശിർക ലദുൽമുൻ അളീം. അല്ലാത്ത അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന, അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, നേർച്ചകളും വഴിപാടുകളും ചെയ്യുന്ന ആ പാപത്തിന് റസൂൽ അള്ളാഹു കൊടുത്ത പേരെന്താ അറിയോ? ഷിർക്ക്. ആ ഷിർക്കിന് അള്ളാഹ് പറഞ്ഞാൽ എന്താ അറിയോ? ഇന്ന ശിർക ലദുൽമുൻ അളീം. ഏറ്റവും ഭീകരമായ പാപം ഏതാണ്? ഷിർക്കാണ്. ആ പാപമാണ് മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പാപമാണ് മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ പറയേണ്ടതില്ലേ സഹോദരങ്ങളെ? ഈ ചെയ്യുന്നത് പാപമാണ് സുഹൃത്തുക്കളെ എന്ന് നമ്മൾ പറയേണ്ടത് നമ്മൾ അറിവില്ലായ്മ കൊണ്ട്, നമ്മൾ ഖുർആൻ പഠിക്കാത്തത് കൊണ്ട്, പ്രവാചകൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് ഈ സമുദായം ഇങ്ങനെ നീറി നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് പടച്ചവന്റെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാകണമെന്നാണോ?
സഹോദരങ്ങളെ, ഇത് ഇങ്ങനെ തന്നെ വേണമെന്നാണോ? ഇതാണോ മുസ്ലിങ്ങൾ തമ്മിലുള്ള ബാധ്യത? ഒരു ചങ്ങായി കള്ളുടിക്കുന്നുണ്ട്, ഓ പെരുങ്കുടിയാനാ, ഓ ഇങ്ങനെ പെരുങ്കുടിയാനാ, ഓ അല്ലെങ്കിൽ മുമ്പെന്നെ കുടിയാനാ എന്ന് പറഞ്ഞു നടക്കാൻ നമ്മളെ വേണ്ട. അത് നാട്ടുകാർ പറഞ്ഞോളൂ. മുസ്ലിങ്ങളെ ബാധ്യത ഓനോട് ചെന്നിട്ട് പറഞ്ഞു കൊടുത്തോണ്ട് അതിന് മാറ്റുക. ഓ നിസ്കരിക്കണില്ലോ, പള്ളിക്ക് തന്നെ വരില്ലോ, ജുമാക്ക് തന്നെ വരില്ല. നാട്ടിൽ കൂടെ ഇങ്ങനെ പറഞ്ഞാലല്ല പ്രശ്നം. ഓന്റെ അടുത്താണ് പോകണം, ഓനോട് പള്ളിക്ക് വരാൻ പറയണം. അതാ ഞാൻ ചെയ്യേണ്ട പണി. കാരണം എനിക്ക് ബാധ്യതപ്പെട്ട കടമ അതാ. ഞാൻ ഇതിങ്ങനെ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് എനിക്ക് കുറ്റം കിട്ടുക. ഞാൻ അയാളോട് എന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം ഞാൻ മുസ്ലിമാണെങ്കിൽ അയാൾ നരകത്തിൽ പോകുന്നത് ഞാൻ നരകത്തിൽ പോകുന്നത് പോലെ വെറുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാളുടെ അഭാവത്തിൽ നീ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഒരാളുടെ അഭാവത്തിൽ നീ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മലക്കുകൾ പറയും വലക മിസ്ലഹു, അയാൾക്ക് അള്ളാഹു ഉത്തരം കൊടുക്കുന്നത് പോലെ നിന്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും അള്ളാഹു ഉത്തരം നൽകട്ടെ എന്ന് നമ്മൾക്ക് വേണ്ടി മലക്കുകളും പ്രാർത്ഥിക്കുന്ന, നമ്മക്ക് വേണ്ടി മലക്കുകൾ പറയുന്ന. അതുകൊണ്ട് തന്നെ നമ്മളെ വല്ല കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്തറിയോ, ഓൻ മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, റബ്ബേ അയാളെ സഹായിക്കട്ടോ. അപ്പൊ മലക്കുകൾ പറയും പടച്ചോനെ ഇയാൾ സഹായിക്കാം. അയാളോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഇരിക്കണ്ട, ആ മനുഷ്യനോട് കള്ളു കുടിക്കുന്ന ആളോട്, വ്യഭിചരിക്കുന്നവനോട്, നമസ്കരിക്കാത്തവനോട്, പലിശ തിന്നുന്നവനോട് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താ? അയാളെ ചെന്നിട്ട് ആ കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി അയാളെ നിന്ന് ചിന്തിപ്പിക്കാം. അയാളെ തന്നെ മാറ്റി എനിക്ക് ഈ ദുനിയാവിൽ അത് മതി, എനിക്ക് ഈ ദുനിയാവിൽ അത് മതി. ഇതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. ആ ബാധ്യത ലോകത്തിലെ ഏറ്റവും ഗുരുതരമായ പാപമായ ശിർക്ക് ചെയ്യുമ്പോ ഞങ്ങളിത് പറയണ്ടേ? ഞങ്ങളല്ല, ഇതാരും ആരെങ്കിലും ഒന്ന് പറയണ്ടേ? ഇതാരാണോ പറഞ്ഞത് ആ പറയുന്നതിന്റെ മുമ്പിലും പിമ്പിലും ഞങ്ങൾ നിൽക്കാം, റെഡിയാ. ഏത് സമയത്തും ഞങ്ങൾ നിൽക്കാം. സംഘടന വേണ്ട, വകുപ്പ് വേണ്ട, പേര് വേണ്ട, ഇത് പറഞ്ഞാൽ മതി. ഇത് ഞങ്ങളല്ലാതെ പറയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് ഉള്ളാക്കുന്നത്. എന്താ ഇതിന്റെ അവസ്ഥ? ഈ ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്. റബ്ബേ നീ കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അള്ളാഹിന്റെ അടുത്തേക്കുള്ള ശുപാർശകന്മാരായിട്ടാണ് ഞങ്ങൾ ഇവരൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പറഞ്ഞപ്പോ അള്ളാഹു അതിന് നഖശിഖാന്തം എതിർത്തു എന്ന് മാത്രമല്ല, അത് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാപമായി കണക്കാക്കി 7 വൻ പാപങ്ങളിൽ ഒന്നാമത്തെ പാപമാണ് ശിർക്ക് എന്ന് പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന പണിയുടെ അവസ്ഥ നിങ്ങൾ അറിയോ? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന്റെ ദുരവസ്ഥ നിങ്ങൾ അറിയോ? ഒരു കാര്യം കിട്ടണ്ടേ? അല്ലാഹു പറഞ്ഞു, വമൻ അദല്ല മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മിൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറ അന്നാസു കാനൂ ലഹും അദാ വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഏറ്റവും വഴികെട്ടവൻ ആരുണ്ട്? ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഏറ്റവും വഴികെട്ടവൻ ആരുണ്ട്? അവരുടെ പ്രാർത്ഥനയെ കുറിച്ച് ഈ മഹാത്മാക്കൾ അശ്രദ്ധയിലാകുന്നു. അവരറിയുന്നില്ല, അവർ കേൾക്കുന്നില്ല, അവർ കാണുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിക്ക് മുമ്പിൽ കോടാനുകോടി മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ കാനൂലഹും മഅദാ, ആരെയാണോ ഈ ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചത് ആ ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകളുടെ ശത്രുക്കളായി തീരുന്നു. വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ, അവർക്ക് ചെയ്ത ഇബാദത്തുകളെ, ആരാധനകളെ, പ്രാർത്ഥനകളെ ആ മഹാത്മാക്കൾ തള്ളിപ്പറയുകയും നിഷേധിക്കുകയും ചെയ്യുന്നു. നാളെ പരലോകത്ത് വരും. മനുഷ്യ സഞ്ചയം മുഴുവൻ നാളെ പരലോകത്ത് വരും. പരലോകത്ത് വരുമ്പോ നമ്മൾ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത്, മലക്കുകൾ, നബിമാർ, പുണ്യപുരുഷന്മാർ, ശുഹദാക്കള്, സ്വാലിഹികള്, ഔലിയാക്കന്മാർ ഒക്കെ പരലോകത്തുണ്ടാവും. അവർ നമ്മുടെ ശത്രുക്കളായി വരുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. പടച്ചവൻ ഖുർആനിൽ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞത് വിശ്വസിക്കണോ? നാട്ടിലെ മാമൂൽ അംഗീകരിക്കണോ? ഖുർആനാണ് ഈ പറഞ്ഞത്. ആ ചെയ്യുന്ന പണി ഏറ്റവും വഴികെട്ട പണിയാണ്. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യാൻ പോണില്ല. പരലോകത്ത് വെച്ച് നിങ്ങളെ അവർ കണ്ടുമുട്ടി അവർ നിങ്ങളുടെ ശത്രുക്കളാകും.
പടച്ച റബ്ബ് പറഞ്ഞിരുന്നതാണ്. ഒരായത്ത് കൂടി ഓതിയിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. ഖുർആൻ പറയാം, നിങ്ങൾ അവരോട് ദുആ ചെയ്തു നോക്കൂ, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. നിങ്ങൾ കേട്ടു എന്ന് വിചാരിച്ചാൽ തന്നെയും അവർ കേൾക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ തന്നെയും മസ്തജാബൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂല. ഖിയാമത്ത് നാളിൽ നാളെ പരലോകത്ത് വരുമ്പോ യക്ഫുറൂന ബിശിർക്കിക്കും നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും. നിങ്ങൾ ചെയ്ത നമ്മൾ ചെയ്ത ശിർക്കിനെ നിഷേധിക്കുന്നവർ. എന്താ ശിർക്ക്? അല്ലാഹുവല്ലാത്ത അവരോട് പ്രാർത്ഥിച്ചത്. അവരോട് പ്രാർത്ഥിച്ചതിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ശിർക്കാണ്. എന്നിട്ട് അല്ലാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയോ, പരലോകത്ത് നടക്കുന്ന ദുനിയാവിലെ മുഴുവൻ കാര്യങ്ങളും അറിയുന്ന റബ്ബിനെ പോലെ പരലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന വിഷയം അല്ലാഹുവല്ലാതെ മറ്റാരും നിനക്ക് അറിയിച്ചു തരികയില്ല കേട്ടോ. പരലോകത്തെ ഈ മഹാത്മാക്കളെ മുഖാമുഖം കണ്ടുമുട്ടുമെന്നും അവര് നമ്മുടെ ശത്രുക്കളാകുമെന്നും ഈ ഔലിയാക്കന്മാരും ശുഹദാക്കന്മാരും നമ്മളെ അട്ടിപ്പായിക്കുമെന്നും അള്ളയല്ലാതെ വേറെ ആരും പറഞ്ഞു തരൂല. മനസ്സിലാക്കി വെച്ചോ. എന്നിട്ട് അതിന് നല്ല ഒരു ഉദാഹരണം പടച്ചോൻ പറഞ്ഞു തരാം. നല്ല ഒരു ഉദാഹരണം. ഇവിടെ കോടാനു കോടി മനുഷ്യന്മാര് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളാണ് ഈസാ നബി അലൈഹിസ്സലാം. യേശു ക്രിസ്തു, ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി ആരാ? മുഹിയുദ്ദീൻ ശൈഖിനെക്കാളും മഹാനാണ്. അതിൽ തർക്കമില്ല, അവിടെ നിൽക്കട്ടെ. മുഹിയുദ്ദീൻ ശൈഖിനെക്കാളും ഈ ലോകത്തെ എല്ലാ ഉലിയാക്കന്മാരെക്കാളും മഹാനാണ് ഈസാ നബി അലൈഹിസ്സലാം. ആ ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിക്കുന്നുണ്ട് കോടാനുകോടി മനുഷ്യന്മാർ ഇവിടെ. കന്യാമറിയമിനെയും മറിയം ബീവിയെയും. നാളെ ഈസാ നബി അലൈഹിസ്സലാം പരലോകത്ത് വരികയാണ്. പരലോകത്ത് വരുമ്പോ കോടാനുകോടി മനുഷ്യന്മാർ ഈസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിച്ച് പരലോകത്ത് എത്തിക്കണേ. കർത്താവായ യേശുവേ എന്നെ രക്ഷിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചും നേർച്ചകളും വഴിപാടുകളും ഒക്കെ ചെയ്തു പരലോകത്ത് വന്നിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു മുന്നിൽ കൊണ്ടുവരുന്നു. ഓരോരുത്തരും ഒറ്റയായിട്ടാണുള്ള വിചാരണ ചെയ്യാൻ നമുക്കറിയാം. അല്ലാഹു ചോദിക്കാണ്, യാ ഈസാ അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഈസാ നബിയേ, പ്രവാചകരെ ഈസാ, താങ്കളെ ജനങ്ങളോട് പറഞ്ഞിരുന്നുവോ എന്ത്? ഇത്തഖദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, എന്നെയും എന്റെ ഉമ്മയെയും ആരാധ്യന്മാരായി സ്വീകരിക്കണം എന്ന് നീ ജനങ്ങളോട് പറഞ്ഞിരുന്നുവോ ഈസാ? താങ്കൾ ആരാധിക്കണമെന്നും താങ്കളുടെ ഉമ്മ മറിയമിനെ ആരാധിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും പൂജകളും വഴിപാടുകളും നിങ്ങൾക്ക് ചെയ്തു കൊള്ളണമെന്നും നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരുന്നോ? ജനങ്ങൾ കോടാനുകോടി മനുഷ്യന്മാർ കൂടി നിൽക്കുക ഈസാ നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിച്ച ആളുകൾ. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം കൈമലർത്തുന്നു. എന്താ പറയുന്നറിയോ? സുബ്ഹാനക റബ്ബേ, നീ പരിശുദ്ധനാണ്. അത് അത്ഭുതകരമായൊരു വർത്താനം പറയുമ്പോൾ അങ്ങനെ തുടങ്ങും. സുബ്ഹാനക റബ്ബേ, നീ പരിശുദ്ധനാണ്, ഞാൻ അങ്ങനെ പറയേ എന്നാണ് അതിന്റെ അർത്ഥം. സുബ്ഹാനക സുബ്ഹാനക റബ്ബേ, നീ പരിശുദ്ധനാകുന്നു. മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലീ ബിഹഖിൻ, എനിക്ക് അർഹതയില്ലാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെ അവരോട് പറയും റബ്ബേ? ഞാൻ അവരോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? അനിഅബ്ദുല്ലാഹ റബ്ബീ വ റബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ ആരാധിക്കണം, എന്നെ ആരാധിക്കണം എന്നാണ് ഞാൻ എന്റെ ജനങ്ങളോട് പറഞ്ഞത് റബ്ബേ. ഈ ആളുകൾ ചെയ്തതിന് ഞാൻ ഉത്തരവാദിയല്ല. നീ ഇവരോട് കൊടുക്കുമെങ്കിൽ നീ കാരുണ്യവാനാണ്, നീ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അടിമകളാണ് റബ്ബേ, നിനക്ക് അധികാരമുണ്ട്. ആരാ കൈയൊഴിഞ്ഞത്? ഈസാ നബി അലൈഹിസ്സലാം. മുഹയ്യദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയേക്കാളും മേലെയുള്ള ആള്. പരലോകത്ത് വെച്ച് അവർ നമ്മളെ കൈയൊഴിയുമെന്ന് പറഞ്ഞതിന് പടച്ചവൻ തന്നെ നൽകുന്ന സാക്ഷിപത്രം. ഇനി നിങ്ങൾ പറയും,
നിങ്ങൾ പറയും കേൾക്കൂല, ഉത്തരം ചെയ്യൂല, അറിയൂല, നമ്മളെ കാര്യങ്ങളൊന്നും അവരറിയുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്നതോ അവർ കേൾക്കും, അവരറിയും, അവർ ഉത്തരം ചെയ്യും. ഇതാ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊക്കെ ബുദ്ധിയുള്ളവരാണല്ലോ. ഇതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട, ചെറിയ ബുദ്ധി മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിക്കിടക്കുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാരാ? അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ മുസ്തഫായ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിക്കിടക്കുന്നു. റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് എന്തേ പോയത്? ഹയാത്ത് പോയിട്ടില്ല, റൂഹ്. ഉറങ്ങുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് മാത്രമേ അള്ളാഹ് പിടിച്ചെടുക്കുന്നുള്ളൂ. ഖുർആൻ പറഞ്ഞു അയാളുടെ ജീവൻ, ഹയാത്ത് അയാളുടെ ശരീരത്തിൽ തന്നെ ബാക്കിയാവും. ഇതാ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കിടക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിടിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്വാസോച്ഛ്വാസം നടത്തുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ രക്തം സഞ്ചരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദഹന പ്രക്രിയ നടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം നല്ല ചൂടുള്ള ശരീരമാണ്, ജീവനുള്ള ശരീരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ സഹാബത്ത് ആരെങ്കിലും റസൂലുള്ളാഹിയോട് സംശയം ചോദിക്കാൻ ചെന്നിരുന്നോ? സംസാരിക്കാൻ ചെന്നിരുന്നോ? മസ്അല ചോദിച്ചിരുന്നോ? റസൂലുള്ളാഹിനോട് ചെന്ന് വല്ലതും അപേക്ഷിച്ചിരുന്നോ? ഇല്ല. എന്തേ കാരണം? റസൂലുള്ളാഹി വഫാത്തായിട്ട് കൂടിയില്ല, ഉറങ്ങിയിട്ടേ ഉള്ളൂ. ഉറങ്ങുന്ന റസൂലുള്ളാഹി കേൾക്കുന്നില്ല, ഉറങ്ങുന്ന റസൂലുള്ളാഹി കാണുന്നില്ല, ഉറങ്ങുന്ന റസൂലുള്ളാഹി നടക്കുന്നില്ല, ഉറങ്ങുന്ന റസൂലുള്ളാഹി അറിയുന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയ സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് സഹാബത്ത് സംസാരിക്കാതിരുന്നത്, സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് റസൂലുള്ളാഹിയോട് എന്തെങ്കിലുമൊക്കെ പറയാതിരുന്നതും ഒക്കെ റസൂലുള്ളാഹി ഉറങ്ങുന്നോണ്ടേയിരുന്നു. ഉറങ്ങുന്ന സമയത്ത് ഇടപാടില്ല. ഉറങ്ങുന്ന സമയത്ത് മനുഷ്യൻ മരിച്ചിട്ടും കൂടിയില്ല. ഒരാൾക്ക് മരണ ഖുർആൻ പറഞ്ഞത് അർദ്ധമരണം. റൂഹ് തിരിച്ചു കൊടുക്കുമ്പോഴാണ് ആളെണീറ്റില്ല. നമുക്കൊക്കെ ഉള്ള അവസ്ഥ. റസൂലുള്ളാഹി മരിച്ചിട്ട് വഫാത്തായിട്ട് കൂടിയില്ല, എന്നിട്ട് റസൂലുള്ളാഹി കേൾക്കണില്ല. ഇനി നിങ്ങൾ നോക്ക്, ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാണല്ലോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. അതിലപ്പുറമുള്ള നല്ല മനുഷ്യല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി തന്നെ ഉദാഹരണത്തിൽ വരട്ടെ. അല്ലാഹു ആരാ? അല്ലാഹു ആരാ? എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, എന്നുമുള്ളവൻ, മരിക്കാത്തവൻ, മയക്കം വരാത്തവൻ, മറവി വരാത്തവൻ, വീഴ്ച വരാത്തവൻ ഒക്കെയാണ് അല്ലാഹു. അങ്ങനെയാണ് അല്ലാഹു, അങ്ങനെയാണ്. ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമല്ല. മുസ്തഫായ റസൂലുള്ളാഹിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ മറന്നില്ലേ? ഒന്നോ രണ്ടോ മൂന്നെട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം മറന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഇമാമെന്ന് നിസ്കരിക്കുമ്പോ ളുഹർ നമസ്കാരം നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹി സലാം വീട്ടി. 2 റക്അത്ത് കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സലാം വീട്ടി. സലാം വീട്ടി കഴിഞ്ഞപ്പോ എല്ലാവരും സലാം വീട്ടി, റസൂലുള്ളാഹി വീട്ടിയില്ലേ? പിന്നെന്താ ഒരു കണ്ട് വീട്ടി. നിസ്കാരം കഴിഞ്ഞ് പള്ളിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു കുറുകുറു ഒരു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്. കുറച്ച് അബൂബക്കറിന്റെ പിന്നാലെ, കുറച്ച് ഉമറിന്റെ പിന്നാലെ, കുറച്ച് അവിടെ വട്ടത്തില്, കുറച്ച് ഇവിടെ വട്ടത്തില്. റസൂലുള്ളാഹി ഇങ്ങനെ മിമ്പറിന്റെ മരത്തുപോലെ ഇങ്ങനെ കയ്യൂന്ന് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ സാധാരണ കാഴ്ച കാണണമായി. എല്ലാവർക്കും റസൂലുള്ളാഹിനോട് ചോദിക്കാനൊരു പേടി, നബി നിസ്കാരത്തെ ചുരുക്കിയോ? ഇനി മുതൽ ഇവിടെ നിസ്കാരം 2 റക്അത്തേ ഉള്ളൂ. ആകെ ഒരു ബേജാറ്. അവസാനം തുല്യതൈനി എന്നിട്ട് നല്ലോ കയ്യിന്റെ നീളമുള്ളൂ എന്നുള്ള തമാശ പേര് വിളിക്കുന്ന ഒരാളോട് ചെന്ന് പറഞ്ഞു, പൊന്നാരെ ചെങ്ങേജൊന്ന് ചെന്ന് ചോദിച്ചു നോക്കിയാൽ നബിനോട് നിസ്കാരം ചുരുങ്ങിയതാണോ അതോ ചുരുക്കിയത്? ഇനി വിടുന്നുണ്ട് ഇങ്ങനെ തന്നെ ഉള്ളൂ, എന്നാൽ സമാധാനമായല്ലോ. ഇയാൾ ചെന്നിട്ട് എന്നാ ഞാൻ ചോദിച്ചോളാറുണ്ട് ചെന്ന് ചോദിച്ചു, അല്ല റസൂലുള്ളാഹി ളുഹർ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ, അല്ല ഇനി വിടുന്നുണ്ട് അങ്ങനെ തന്നെയാണോ? റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ 4 നിസ്കരിച്ചിട്ടില്ലേ? അപ്പൊ സഹാബികളൊക്കെ ധൈര്യം കിട്ടിയാലൊക്കെ പാടെ വണ്ടി കൂടി, റസൂലുള്ളാഹി നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. നബി പറഞ്ഞു, നസീർ
ഞാൻ മറന്നതാവും. ഉടനെ റസൂലുള്ള ഇമാമ് നിന്നു, പിന്നിൽ സഹാബത്ത് ചെപ്പ് കെട്ടി 2 റക്അത്ത് കൂടെ നമസ്കരിച്ച് സലാം വീട്ടി. സലാം വീട്ടുന്നതിന് മുമ്പ് മറവിയുടെ 2 സുജൂദുകൾ ചെയ്തു. പുതിയ വിഷയം കിട്ടി, ഇസ്ലാമിലെ പുതിയ നിയമം കിട്ടി. ആരായി മറന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ള മറന്നു. റസൂലുള്ളാഹിക്ക് മറവി സംഭവിക്കും. എന്നിട്ട് അത് ഓർമ്മ ഉണ്ടോ? മറന്നത് ഓർമ്മപ്പെടുത്തിയിട്ടാ ഓർമ്മ വരുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാം. ഓതിന്റെ ഇടയ്ക്ക് റസൂലുള്ളാഹിക്ക് 1, 2, 3 ആയത്ത് അടിയിൽ നിന്ന് ഇങ്ങനെ പോവുക, അടിയിൽ നിന്ന് ആയത്ത് ഇങ്ങനെ പോവുക. ആർക്കായി ഖുർആൻ ഇറങ്ങിയത്? റസൂലുള്ളാഹിക്ക്. ആ ഇറങ്ങിയ ആളത്ത് തന്നെ ആയത്ത് ഇങ്ങനെ അടിയിൽ നിന്ന് ചോർന്നു പോവുക. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സഹാബത്ത് പറഞ്ഞു, നബിയെ ഇനി ആയത്തൊക്കെ നിങ്ങൾ ഓത്തുന്നു പോയിന്. ഉടനെ റസൂലുള്ള പറഞ്ഞു, ആയത്ത് ഓതുന്നാക്കി പഴച്ചാൽ നിങ്ങൾ പിന്നിലുള്ള ആൾ പറഞ്ഞു കൊടുക്കണം, പിന്നിലുള്ള ആൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് പിന്നിലുള്ള നമുക്ക് പറയാനുള്ള വിധി വന്നത്. ആയത്ത് ഇറങ്ങിയാക്കി ആയത്ത് മറക്കുക, ചോർന്നു പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറക്കും. റസൂലുള്ള മറവി സംഭവിച്ച ആളാണ്, മറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഇമാമുക്ക ഒക്കെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, രഹസ്യമായിട്ടൊന്നല്ല. മുമ്പിൽ നിസ്കരിക്കണീന്റെ ഇടക്ക്, ഇമാമ് നിന്ന് നിസ്കരിക്കണീന്റെ ഇടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷൂസ് 2 അഴിച്ചിട്ട് സൈഡിക്കട് വെച്ചു. നിസ്കാരത്തിന് മണൽപ്പള്ളിയാണല്ലോ, നമ്മളെ മാതിരി മാർബിൾ പതിച്ച ഫർഷത്തെ പള്ളിയൊന്നുമല്ല, മണലാണ്. ഷൂസ് എടുത്തോണ്ട് സൈഡിക്ക് വെച്ചപ്പോ ബേക്കലിക്കണ സഹാബത്ത് ആരാ? നബി ഒന്ന് ഊതി അങ്ങനെ തന്നെ ഊതണമെന്ന് വാശി പിടിക്കണം. അത്ര നബിനെ പിന്തുടരുന്ന സഹാബത്താ. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പറ്റിയിട്ടുള്ള ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോ ഒരു ചുമന്റെ എത്തിയപ്പോ റസൂലുള്ള കാക്കിച്ച് അടുതുവാക്കിക്കൊന്ന് തുപ്പിനി. മൂപ്പർ അതിലെ പോകുമ്പോഴൊക്കെ ആ ചുമരുമൊക്കെ നടന്നു. അത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫിന്റെ ഇടയ്ക്ക് സംസം വെള്ളം കുടിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒന്ന് ക്ഷീണിച്ചപ്പോ ഒന്ന് സംസം വെള്ളം കുടിക്കാൻ പോയി. തവാഫിന്റെ ഇടയ്ക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമർ പോയാണ്ട് ഒന്ന് സംസം വെള്ളം കുടിച്ചു. അത്ര ഇതൊന്നും സുന്നത്തല്ലേ. പക്ഷെ അതുകൂടി പിൻപറ്റുന്ന സഹാബത്ത് റസൂലുള്ള ചെരുപ്പൂരി വെച്ചോണ്ട പിന്നെ നോക്കിക്കോ, ഒക്കെ ചെരുപ്പൂരി വെച്ച് നിസ്കാരം കഴിഞ്ഞ് നബി ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോ എല്ലാരും ചെരുപ്പുണ്ട് സൈഡിൽ വെച്ച്. റസൂൽ എന്താ ചങ്ങായിമാരേത്? അപ്പൊ റസൂലിനോട് പറഞ്ഞ നബിയെ ഇങ്ങനെ ചെരുപ്പൂരി വെക്കുന്ന നിസ്കാരത്തിൽ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ഷൂസൂരി വെച്ചു. അപ്പൊ നബി പറഞ്ഞു, എന്റെ ഷൂസിന്റെ താഴെ മനുഷ്യന്റെ മലമുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് വഹയി നൽകിയപ്പോ നജസ് വേറി നിസ്കരിക്കാവതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷൂസൂരി വെച്ചത്. നിങ്ങളോ? ഞങ്ങൾക്കതറിയാം നബിയെ, നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ചെയ്തു, അത്രേ ഉള്ളൂ. സ്വന്തം ഷൂസിന്റെ താഴെ മലമുണ്ട് എന്ന് വിവരം അള്ളാഹുവിന്റെ ദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ് റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുക്കുന്നത്. ഇതാ റസൂലുള്ളാഹ്. ഇത് റസൂലുള്ളാഹിനെ ചെറുതാക്കാൻ പറയില്ല, അള്ളാഹ് എല്ലാം അറിയുന്നവനും ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായ റസൂലുള്ളാഹ് മറവി സംഭവിക്കുന്നവരും ഈ തരം അബദ്ധങ്ങൾ നമസ്കാരത്തിൽ നെജസ് പേറി നിസ്കരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് തിരുത്തി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായ ആളുമാണെന്നായി പറഞ്ഞത്. റസൂലുള്ളാഹിനെ മോശക്കാരല്ല, ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാണിത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് എത്ര സാധു എന്ന് പറയുന്നത്, ഇതൊരു പാവം മനുഷ്യരെ ദുനിയാവ് കണ്ടിട്ടുണ്ടാവില്ല, അത്ര സാധുവാണ് റസൂലുള്ളാഹ്. കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാട്ടോ, നബിക്ക് ഇതിലേറെ വലിയ വലിയൊരുനാളും വെള്ളിയാഴ്ചയും വേറല്ല, അത്ര സന്തോഷം ഒരാൾ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഏത് ഗോത്രക്കാരാ? ഞങ്ങൾ ഇന്ത്യൻ ഗോത്രക്കാരൊക്കെ. എന്താ നിങ്ങളുടെ ആവശ്യം? സ്വീകരിച്ചെത്തി അവർക്ക് വേണ്ട ഉപചാരങ്ങളൊക്കെ അവർക്ക് വേണ്ടൊക്കെ നടത്തി ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ നിങ്ങളുടെ ആവശ്യം? അവർ വളരെ വിനയത്തോടു കൂടി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഞങ്ങളുടെ ഗോത്രങ്ങളിലേക്ക് തിരിച്ചു പോകാണ്, ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ആളുകളെ വിട്ടുതരണം. റബ്ബേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ഇസ്ലാമിലെ കക്കും കരളും എന്ന് പറയാവുന്ന അത്ര നല്ല മനുഷ്യന്മാരെ വിട്ട് 10-70 ആളുകളെ വിട്ടെടുത്തു. പൊയ്ക്കോളിയാണ് ഓരെ പഠിപ്പിച്ചൊക്കെ ഉഷാറാക്കി ഒലക്കെ എവരാക്കി വരി. നല്ല സന്തോഷത്തോടുകൂടി റസൂലുള്ള ഒരു യാത്ര. ഈ ദുഷ്ടന്മാര് കാപാലികന്മാർ ഇസ്ലാമിന്റെ കക്കും കരളുമായിരുന്ന ഈ ആളുകളെ ഒരാളെ ഒഴിച്ചൊരു റിപ്പോർട്ട് പ്രകാരം ഒരാളെ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളെ മുഴുവനും കഴുത്തറുത്തു കൊന്നു. സഹോദരന്മാരെ, ദുഷ്ടന്മാർ
ഇവര് വന്നതെന്താ? മുസ്ലിങ്ങളല്ലേ? കാട്ടുകള്ളന്മാരായിരുന്നു. സാധുവായ റസൂലുള്ളാഹിക്ക് അറിയോ? അറിയില്ല. റസൂലുള്ള മുസ്ലിങ്ങളാണെന്നാണ് അങ്ങനെ തന്നെ വിശ്വസിച്ച് പറഞ്ഞേച്ചു. അവർക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസക്കാലം നമസ്കാരത്തിൽ പ്രാർത്ഥിച്ചു. എല്ലാ നമസ്കാരങ്ങളിലും പ്രാർത്ഥിച്ചു. ആ ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കൊലക്ക് കൊടുത്തതാണോ? അല്ല. റസൂലുള്ളാഹിക്ക് പറഞ്ഞ കാര്യം അറിയില്ലായിരുന്നു. അല്ലാഹു പടച്ചവനോ ഈ മുമ്പ് വന്ന് പറയുന്ന ആളുകളുടെ നാവിൽ നിന്ന് വരുന്നതല്ലാതെ അവരുടെ മനസ്സിലുള്ളത് പ്രവാചകൻ അറിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് 70ഓളം ആളുകൾ വധിക്കപ്പെട്ടത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പള്ളി ഉദ്ഘാടനത്തിന് വിളിച്ചില്ല ജൂതന്മാർ. പള്ളി ഉദ്ഘാടനത്തിന് റസൂലുള്ളാഹി പോകാൻ നിൽക്കോ? പള്ളി ഉദ്ഘാടനത്തിന് പോകാൻ നിൽക്കോ? അതിൽ എപ്പം നമ്മൾ പള്ളി ഉദ്ഘാടനം നടത്തുന്നത്? പള്ളി ഉണ്ടാക്കിയിട്ടേ വരൂ കുറേക്കാർ പള്ളി ഉണ്ടാക്കിയിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചു. റസൂലുള്ളാഹി വരുന്ന പള്ളി ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഉദ്ഘാടനം ചെയ്തത്. റസൂലുള്ളാഹി അതാ പോണെങ്കിൽ സഹാബത്തിലേക്ക് വഴിയിൽ വെച്ചിട്ട് അല്ലാഹു വഹി കൊടുത്തു. എന്ത്? മസ്ജിദ് ദിറാറാണ് ഉണ്ടാക്കിയത്. ഇസ്ലാമിനെ പൊളിക്കാനുള്ള പള്ളിയാണത്. അത് ജൂതന്മാരും കപടവിശ്വാസികളും ഉണ്ടാക്കിയതാ. എവിടേക്കാണ് പോണത് മുഹമ്മദ്? സാധുവായ റസൂലുള്ളാഹി അവിടെ വെച്ച് യാത്ര അവസാനിപ്പിച്ചു. പൊളിക്കാൻ പറഞ്ഞ സഹാബത്ത് പോയിട്ട് അടിച്ചുവിട്ടു. ഇതറിയോ റസൂലുള്ളാഹിക്ക്? ഇതറിയാൻ കഴിയാത്തതാണ് റസൂലുള്ളാഹി. അള്ളാഹ് അറിയിച്ചു കൊടുത്തപ്പോൾ അറിഞ്ഞ് ആ യാത്രയിൽ മാരകമായ വിപത്തുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ജൂതപ്പെട്ട് സൽക്കരിച്ചു. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാംസമാണ് ആടിന്റെ കൈപ്പലന്റെ മാംസം, കയ്യിന്റെ മാംസം. അത് നല്ല എണ്ണക്കെട്ട് പൊരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. സഹാബിയുണ്ട്, നല്ലോണം വിഷം പറ്റി ചെയ്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. കൂടെ ഉണ്ടായിരുന്ന ബിശർ റളിയല്ലാഹു അൻഹു ഇരുന്നു. മുപ്പരിൽ നാരി നോക്കാനും തന്നില്ല. നല്ലോണം നല്ല കിട്ടുന്ന ഊക്കിൽ തന്നെ നല്ലോണം കൊണ്ടുകൊടുത്തും ചെയ്തു. റസൂൽ അടുത്ത് വായിൽ വെക്കേണ്ട താമസം ജിബ്രീൽ അലൈഹിസ്സലാം വഹി കൊടുത്തു. അല്ലാഹുവിന്റെ ദൂതരെ, അതിൽ വിഷമുണ്ട്, തുപ്പണം. റസൂലുള്ളാഹി ഉടനെ തുപ്പിക്കണം. ബിശർ റളിയല്ലാഹു അൻഹു ഈ ആടിന്റെ മാംസം നിന്നും മരിച്ചു വീണു. അവിടെ തന്നെ മരിച്ചു. റസൂലുള്ളാഹി ബിശർ റളിയല്ലാഹു അൻഹു കൊലക്ക് കൊടുത്തോ? വിഷം തീറ്റിച്ചോ? ഇതിൽ വിഷം പരത്തിയിട്ടുണ്ട് എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല. സഹോദരങ്ങളെ, ഈ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണ് എന്തിനാണ് നീ പണി ചെയ്തത്? ആ പെണ്ണ് മറുപടി പറഞ്ഞു, താങ്കൾ സത്യപ്രവാചകനാണെങ്കിൽ താങ്കൾ ഇത് തിന്നുകയില്ല എന്നെനിക്കറിയാം. താങ്കൾ കള്ളവാദിയാണെങ്കിൽ ഈ വിഷം നിന്ന് ചത്തുപോകട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. പെണ്ണിനെ പറയാൻ പറ്റുമോ? അല്ലാഹു എങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേൾക്കുന്ന ചരിത്രമാകൂല നമ്മുടെ റസൂലുള്ളാഹിനെ കുറിച്ച് കേൾക്കുക. സക്കരിയ നബി അലൈഹിസ്സലാമിനെ യഹ്യാ നബിയെ കുറിച്ച് കേൾക്കുന്ന ഒരു ചരിത്രം നമ്മൾ കേൾക്കാം. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ തല വെട്ടിയെടുത്തിട്ട് തണികയിലാക്കിയിട്ട് രാജാവിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചെടുത്തിട്ട് ഡാൻസ് കളിച്ച് ആടിയിട്ട് ആഘോഷിക്കുകയായിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ശത്രുക്കള് കൊല ചെയ്യപ്പെട്ട യഹ്യാ നബി അങ്ങനെ തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ വഹി ലഭിച്ചപ്പോൾ തുപ്പി. 63ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാരകമായ പനി പിടിപെട്ട് കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞുകൊണ്ടിരുന്നു, അന്ന് എനിക്ക് തന്ന ആ വിഷത്തിന്റെ അംശം ഇപ്പോൾ എന്റെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. അന്ന് എനിക്ക് തന്ന വിഷത്തിന്റെ അംശം എന്റെ രക്തത്തിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63ാമത്തെ വയസ്സിൽ വഫാത്തായി. ആ സമയത്ത് ഈ വിഷം ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. എന്തിനാണ് പറഞ്ഞറിയോ? ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാണ് പ്രവാചക തിരുമേനി. ആ പ്രവാചക തിരുമേനിക്ക് പലതും അറിയുന്നില്ല, പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേൾക്കാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുത്ത് വർത്തമാനം പറഞ്ഞു ചില സഹാബത്ത് വന്നു. റസൂലുള്ളാഹി ചോദിച്ചു, എന്താ പറയുന്നത്? കാരണം പറഞ്ഞത് കേട്ടില്ല, ഒന്നും കൂടി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക തിരുമേനി സഹാബത്തിന്റെ ഇടയിൽ ജീവിക്കുമ്പോ പലതും കാണാതെ കേൾക്കാതെ സംഭവിക്കുന്നു, നടക്കുന്നു. ഇതാ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കുതിരയെ വേഗം ഓടിച്ചു പോകുമ്പോ ബൈക്കർ നിർത്തി, എവിടേക്കാടാ ഈ ധൃതി പിടിച്ചു പോണത്? നബിനോട് പറഞ്ഞു, നബിയെ ഞാൻ പെണ്ണെട്ടിക്കണ്. ആരാത് ചോദിക്കണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആരോടാ ചോദിക്കുന്നത്? നബിന്റെ സഹാബിനോട്. അബ്ദുറഹ്മാൻ എന്റെ ഓർമ്മ. സഹാബി പറയാണ്, ഞാൻ പെണ്ണെത്തിക്കണ്, ഞാൻ പെണ്ണ് കെട്ടിക്കണ്. ഈ സഹാബി പെണ്ണെത്തിയ വിവരം റസൂലുള്ളാഹിക്ക് അറിയില്ല. അപ്പൊ റസൂലുള്ള പറഞ്ഞു, സാധാരണ ചങ്ങായി പറഞ്ഞ മാതിരി ഔലിയും വലവും ചാത്തിൻ എന്റെ വക ഉണ്ടാ, പെണ്ണിട്ട വക ഉണ്ടാ. എന്തിനാത് പറയണത് അറിയോ? അള്ളാഹു ആരാണ്? നമ്മളെ പറഞ്ഞു കൊടുക്കാതെ നമ്മുടെ മനസ്സിലുള്ളത് അറിയുന്നവൻ. ഞാൻ ഈ വയത് പറയുന്നത് എന്തിനാന്ന് അള്ളാഹ്ക്ക് നല്ലോണം അറിയാം. നിങ്ങൾ ഈ കേൾക്കുന്നത് എന്തിനാന്നറിയാം. ഇത് കേൾക്കണ ഇതിന്റെ പരിസരത്ത് വരുന്ന ആളുകൾ എന്തിന് എങ്ങനെ ഇത് കേൾക്കുന്നു എന്ന് അള്ളാഹു കൃത്യമായി അറിയാം. നമ്മൾ പറയണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കന്മാരുടെ നേതാവാണ് റസൂലുള്ളാഹ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ആ റസൂലുള്ളാഹ് ഉറങ്ങുമ്പോ ഒന്നും അറിയുന്നില്ല. ആ റസൂലുള്ളാഹ് ഉറങ്ങുകയാണ്, മരിച്ചിട്ട് കൂടിയില്ല, എന്നിട്ടും കേൾക്കുന്നില്ല, അറിയുന്നില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന വിവരം പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്ത് വീശി, കൊല്ലും ഞാൻ അവരെ എന്നാ പറഞ്ഞ്. നബി മരിക്കേ പറഞ്ഞവരെ കൊല്ലുന്നാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത എല്ലാ നബിമാർക്കും ഒരു അടുത്ത ചങ്ങാതി ഉണ്ടാവും, ആത്മബന്ധു, ആത്മസുഹൃത്ത്. എന്റെ ആത്മസുഹൃത്ത് സിദ്ദീഖാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൂപ്പരുടെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഓടിക്കതച്ചു വന്ന് മരണവാർത്ത അറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ വീട്ടിൽ ഒരു തുണി ഒരു റസൂലുള്ളാഹി മരിച്ച അപ്പാടി കിടക്കുകയാണ്. മരിച്ചു ആരും വിശ്വസിക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചോ എന്നറിയാൻ കടന്നു വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനിയുടെ മുഖത്ത് നിന്ന് വിരിപ്പ് മാറ്റി മുഖം പരിശോധി പ്രവാചകന്റെ മുഖത്തുമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, റസൂലുള്ളാഹ് ഇന്നക മയ്യിത്തുൻ, താങ്കൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, താങ്കൾ മരിച്ചിട്ടുണ്ട് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് മുഖം വിരി കൊണ്ട് മൂടി, ശരീരമാസകലം വിരിയിട്ട് മൂടി പള്ളിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞത് ഇമാം ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു മിമ്പർ മക്കറി ഉമർ വാളെടുത്തിട്ട് ഇങ്ങനെ ചറച്ചു നിൽക്കുക, മരിച്ചു എന്നറിയാൻ. കൊല്ലും ഞാൻ അറിയാൻ. ഉമറാ പറഞ്ഞു, കൊല്ലു, ഒരു സംശയമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. മുഹമ്മദ് നബിയെ നിങ്ങൾ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടോ എങ്കിൽ മുഹമ്മദ് നബി ഇതാ മരിച്ചുപോയി, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുട്ടോ. മരിക്കുന്ന ആളെയായിരുന്നു നിങ്ങൾ ഇതുവരെ ആരാധിച്ചത്. വമൻ കാന യഅബുദില്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ അല്ലാഹു ഇതാ ഇന്നും ജീവിച്ചിരിക്കുന്നു. ആ അല്ലാഹുവിന് മരണമില്ല കൂട്ടരേ. ഇത് പറഞ്ഞിട്ട് പറഞ്ഞു റസൂലുള്ളാഹി മരിച്ചു. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു വാട് താഴെയിടലുണ്ടായത്, ബോധക്ഷയം സംഭവിച്ച് അവിടെ വീണു. വാള് ഉപ്പരിടേണ്ടി ഒന്നുമില്ല, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. ആ റസൂലുള്ളാഹി വഫാത്തായി, അദ്ദേഹത്തെ ആരാധിച്ചിട്ടുണ്ടോ? നഷ്ടപ്പെട്ടു നിങ്ങൾക്കിട്ടോ. മുഹമ്മദ് മരിച്ചുപോയി. അല്ലാഹുവിനെയാണോ നിങ്ങൾ ആരാധിച്ചത്? അല്ലാഹ് ഇതാ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ആ അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവർത്തിച്ചു പറയാം. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ആരെയൊക്കെ വിളിക്കുന്നുണ്ടോ അവരെല്ലാം കേറുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാം അറിയുന്നു, നമ്മൾ വിശ്വസിക്കാണ്. ഇതിന്റെ നേതാവായ റസൂലുള്ളാഹിക്ക് ഇങ്ങനെയുള്ള പലതും അറിയാതെ പോകുന്നു, കേൾക്കുന്നില്ല, അറിയുന്നില്ല. ആ റസൂലുള്ളാഹി വഫാത്തായി. വഫാത്തായിട്ടോ ആ റസൂലുള്ളാഹി കേൾക്കോ, അറിയോ? ഇല്ല. അല്ലാഹുവിനുള്ളതത്രേ, അല്ലാത്തതോ ബാത്തിലാണ്. ഇതാണ് എന്റെ അർത്ഥം. എന്നിട്ട് അല്ലാഹു പറയാ, വല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർ ദുആ ചെയ്യുന്നവരെ, ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, അവർക്കൊന്നിനും ഉത്തരം കൊടുക്കുകയില്ല. ഇല്ലാ കബാസിത്തി കഫൈഹി ഇലൽ മായി, വെള്ളത്തിലേക്ക് കൈ നീട്ടിയ ഒരുത്തരെ പോലെ, അല്ലെങ്കിൽ ഒരുത്തരെ പോലെ, വായിലേക്ക് വെള്ളമെത്തുന്നതിന് വേണ്ടി, വായിലേക്ക് വെള്ളമെത്തുകയില്ലല്ലോ. എന്താണ് അല്ലാഹുവിന്റെ ഉദാഹരണം? എത്ര ലളിതമായിട്ടാണ് വിശദീകരിക്കുന്നത്. കിതാബ് ഓതണ്ട, മദ്രസ പോകണ്ട, സ്കൂളിൽ പോകണ്ട, അത് കേട്ടാൽ മതി, അപ്പൊ മനസ്സിലാവും. കുറച്ച് ആളുകൾ ചെന്നിട്ട് കിണറിന്റെ വക്കിൽ നിന്നിട്ട് വെള്ളം 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 വെള്ളം
ദാഹം മാറാനേ കിണറിലേക്ക് കൈ നീട്ടിയിട്ട് കുളത്തിലേക്ക് കൈ നീട്ടിയിട്ട് വെള്ളം 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 പറഞ്ഞു വായില് വെള്ളാണ്ട് വറ്റുന്നല്ലാതെ ഒരു തുള്ളി വെള്ളം കയറിയിട്ട് വരില്ല. വെള്ളം കുടിക്കാൻ ആശിക്കുന്ന ആളുകൾ കിണറിൽ ബക്കറ്റ് ഇറക്കി മുക്കി കുടിക്കണം, അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് കിണറിലേക്ക് ഇറങ്ങി കുടിക്കണം. ഇതൊന്നും ചെയ്യാതെ വെള്ളം 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 എന്ന് കൈ നീട്ടുന്നവരും വെള്ളം കിട്ടാത്തതുപോലെ അല്ലാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾക്ക് ഉത്തരവില്ല. അല്ലാഹു അല്ലാത്തവരോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? നബിമാരാവട്ടെ, ഔലിയാക്കന്മാരാവട്ടെ, ശുഹദാക്കളാവട്ടെ, നിങ്ങൾക്ക് ഉത്തരവില്ല. ഖുർആനാണ് ഈ പറഞ്ഞത്. ഖുർആൻ. ശരി, ഇതൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പാടില്ല, ഉത്തരം ചെയ്യൂല. അവര് ആരാണ് ഈ ആളുകള്? നമ്മുടെ ആളുകൾ ഇങ്ങനെ പറയും, മുജാഹിദുകളെ, നിങ്ങൾ പറയുന്നത് സമ്മതിച്ചാൽ തന്നെ നിങ്ങൾ ഈ ഓതുന്ന ആയത്തും ഈ ഹദീസുകളൊക്കെ വിഗ്രഹങ്ങളെ പറ്റിയുള്ളതാണ്. മരിച്ചുപോയ ആളുകളുമായിട്ട് ബന്ധമൊന്നുമില്ല, മരിച്ചുപോയവരെ പറ്റിയല്ല ഈ പറയുന്നത്. അള്ളാഹു പറയണത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ വിഷയത്തിന്റെ മറുപടിയായി ഇത് അള്ളാഹു പറയട്ടെ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്നവർ നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്, നിങ്ങളെപ്പോലെയുള്ള ഇബാദുകളാണ്, അടിമകളാണ്. നിങ്ങൾ അവരോട് ദുആ ചെയ്ത് നോക്കൂ, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യട്ടെ. നിങ്ങൾ സത്യമാണ് പറയണതെങ്കിൽ കൂട്ടരെ, നിങ്ങൾ സത്യവാന്മാരാണല്ലോ, നിങ്ങൾ സത്യസന്ധന്മാരാണല്ലോ, നിങ്ങളുടെ വാദപ്രകാരം സത്യമാണോ നിങ്ങൾ പറയുന്നത് എങ്കിൽ അവർ നിങ്ങൾക്കൊന്ന് ഉത്തരം ചെയ്യട്ടെ. നിങ്ങളെപ്പോലെയുള്ള പടപ്പുകളാണവര്, നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവര്. ബുദ്ധിമുട്ടുള്ള, പ്രയാസങ്ങളുള്ള, മറവിയുള്ള, രോഗം വരുന്ന, ഉറങ്ങുന്ന, മയങ്ങുന്ന, രോഗം വന്ന, സ്നേഹിക്കുന്ന, ദേഷ്യം പിടിക്കുന്ന, അവശരാകുന്ന, വിവശരാകുന്ന ആളുകളാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ആരും അല്ലാഹു അല്ലാത്തവരൊക്കെ, അല്ലാഹു അല്ലാത്തവരൊക്കെ നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. അവരെയാണോ നിങ്ങൾ ദുആ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. അപ്പൊ വേറെ സംശയം, മരിച്ചുപോയ മഹാത്മാക്കളോ? മരിച്ചോലോ? മരിച്ചോലോ എന്നൊക്കെ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടോ? ഇതാ പടച്ചോൻ തന്നെ പറയാം, അല്ലാഹു പറയാം, വല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർ ദുആ ചെയ്യുന്നവരെ, ലാ യഖ്ലുഖൂന ശൈആ, അവർ ഈ ദുനിയാവിൽ ഒന്നിനെയും പടച്ചിട്ടില്ല. വഹും യഖ്ലുഖൂൻ, അവരെ തന്നെയും അല്ലാഹു പടച്ചതാകുന്നു. അമ്മാത്തുൻ, മരിച്ചുപോയവരാണ്. സഹോദരങ്ങളെ, ചെവിയോർക്കണം, മനസ്സ് തുറക്കണം. വിഗ്രഹങ്ങളല്ല, ബിംബങ്ങളല്ല, ഷജറല്ല, ഹജറല്ല. അമ്മാത്തുൻ, മരിച്ചുപോയവരാണ്. അമ്മാത്തുൻ, മരിച്ചുപോയവരാണ്. വൈറു അഹ്യാഇൻ, ജീവനില്ലാത്തവരാണ്. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എപ്പോഴാണ് ഈ ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നതുപോലും അറിയാത്തവരെയാണല്ലോ നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. മരിച്ചവരാണ്. വിഗ്രഹാരാധന പാടില്ല എന്നൊന്നും ആർക്കും പറയേണ്ടതില്ലല്ലോ. ഇത് വിഗ്രഹാരാധനയല്ല, ഇത് മരിച്ചുപോയ മഹാത്മാക്കളെ ആരാധിക്കാണ്. ഖുർആനിന്റെ സൂറത്തുൻ നിസായിൽ പറഞ്ഞു, ഈ യദൂന ഇല്ലാ ഇനാസൻ വയദൂന ഇല്ലാ ശൈത്വാനൻ മരീദാ. അവർ ചില പെണ്ണുങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ദുആ ചെയ്യുന്ന ചില പെണ്ണുങ്ങളെയാണ്, ദേവിമാരെ. ശരിക്കും ഒരു ദുആ ചെയ്യുന്നത് ശൈത്താനോടാണ്. അവനാണ് ഈ പണിയൊക്കെ എടുക്കുന്നത്. ഖുർആൻ അല്ലാഹു പറയാം, വിഗ്രഹമല്ല, ബിംബല്ല, അത് വേറെ തന്നെ ഖുർആൻ പറയുന്നുണ്ട്. മരിച്ചുപോയ മഹാത്മാക്കള്, ജിന്നുകള്, പ്രവാചകന്മാര്. നിങ്ങൾ നോക്കി, ഈ ആളുകൾ എന്ത് ചെയ്തിരുന്നു പറയും? മക്കയിലും മുശ്രിക്കുകളെ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ജിന്നുകളെ, ഈ ജിന്നുകൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി ഒരു വിഭാഗം ആളുകൾ മുസ്ലിങ്ങളായി. ഖുർആനിൽ വിശ്വസിച്ചു. സൂറത്തുൽ ജിന്നിൽ അത് പറയുന്നുണ്ട്. ഖുർആനിൽ വിശ്വസിച്ച് മുസ്ലിങ്ങളായി. മുസ്ലിങ്ങളായപ്പോൾ എന്താണ് അള്ളാഹ് ശരിക്കും പറയേണ്ടി അറിയോ? ദാ കൂട്ടരെ, ഇന്നലെ വരെ നിങ്ങൾ കാഫിർ ജിന്നുകളുടെ വരുന്നില്ലേ? ഒരക്കപ്പ് മുസ്ലിങ്ങളായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരക്കാം, മുസ്ലിം ജിന്നുകളോട് തന്നെയാണ് വരക്കാലോ എന്ന് പറയുന്നതിന് പകരം അള്ളാഹു പറഞ്ഞത് എന്താണെന്നറിയുമോ?
മുസ്ലിം സഹോദരങ്ങളെ സഹോദരിമാരെ ചെവിയോർക്കണം. അള്ളാഹു പറഞ്ഞത് അള്ളാഹു പറയാ, നിങ്ങൾ ഈ വാദിക്കുന്ന വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ നിങ്ങളൊന്നും ധൈര്യം നോക്കിയാണ്. നിങ്ങളുടെ വല്ല വിപത്ത് മാറ്റി വെക്കാനോ വരാവുന്ന ഒരു ദുരന്തം തടുത്തു വെക്കാനോ നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ജിന്നുകൾക്ക് സാധിക്കൂല. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ തന്നെയും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ്. ആര്? അതിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവർ തന്നെയും അള്ളാഹുവിനോട് കാവലിനെ തേടുകയും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നവരാ. അവരോടാണോ പിന്നെ നിങ്ങൾ ദ്വാരിക്കണത്? അവരെന്നെ അള്ളാഹിനോട് സഹായം ചോദിച്ചു കൊടുക്കുക. അവരോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹു ചോദിക്കുക. ശരി, ഇതിന്റെ അവസാന ഭാഗം മുജാഹിദികൾ എന്തെല്ലാം വിഷയങ്ങൾ നാട്ടിലുണ്ട്. നേരത്തെ ഡോക്ടർ സലീം പറഞ്ഞു, അരിമകരി പറഞ്ഞു, ഈ ദുനിയാവിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. നബിമാർ ഒരുപാട് വിഷയങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അഴക്കത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നതിനെ കുറിച്ച്, സ്വവർഗ സംഭോഗത്തെ കുറിച്ച്, പലിശയെക്കുറിച്ച്, വ്യഭിചാരത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ പ്രവാചകന്മാർ അവരവരുടെ കാലത്തുള്ള തിന്മകൾക്ക് നേരെ വിരൽ ചൂണ്ടി പ്രസംഗിച്ചു, പ്രബോധനം നടത്തി. ഇതൊക്കെ ശരിയാണ്, നമ്മളതൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഇത് ഈ നാട്ടിലെല്ലാവരും പറയാൻ റെഡിയാണ്. ഈ നാട്ടിൽ എല്ലാവരും പ്രബോധനം ചെയ്യാൻ ഒരുക്കാം. പലിശനെ കുറിച്ച് വയത് പറയാൻ എല്ലാവരും കിട്ടും. നമസ്കാരത്തെ കുറിച്ച് വയത് പറയാൻ ഏത് സംഘടന റെഡിയാണ്. വ്യഭിചാരത്തെ കുറിച്ചും ആളുകൾ പ്രസംഗിച്ചു തരും. കച്ചവടത്തിലെ കൃത്രിമത്തെ കുറിച്ചും ആളുകൾ പ്രസംഗിച്ചു തരും. കള്ളു കുടിക്കരുതെങ്കിലും ആളുകൾ പ്രസംഗിച്ചു തരും. നമ്മളൊക്കെ കൂടി കൊടുക്കും. ഇത് പറയാൻ, ഇപ്പൊ ഈ പറയുന്ന വിഷയം പറയാൻ കേരളത്തിൽ ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ. രണ്ടാമതൊന്ന് പകരം വെക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ വേക്കിൽ നിന്നാ മതി. ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ, അത് ഞങ്ങൾ മാത്രം. എന്താ കാരണം എന്നറിയോ? ഇത് പറഞ്ഞാൽ ആളുകൾ തെറ്റും, ആളുകൾ പണങ്ങും. കള്ളുകുടിയന്മാർക്കും കൂടി കുടിന്റെ ഭവിഷ്യത്തിനെ പറ്റി പറഞ്ഞാൽ ദേഷ്യം വരൂല. നിസ്കരിക്കാത്തവർക്ക് നമസ്കരിക്കണം എന്ന് പറഞ്ഞ് വേദ പറഞ്ഞാൽ ദേഷ്യം വരില്ല. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന എന്റെ മുസ്ലിം സഹോദരന്മാർ, ഇത് ചെയ്യരുത്, ഇത് പറയരുത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മഹാപാതകമാണെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് തീരെയും ഇഷ്ടമില്ലാത്തൊരു വിഷയമാണിത്. ഇതാണ് ഈ വിഷയത്തിന്റെ ഗൗരവം. വേറെ ഒരു പ്രശ്നം എന്താണുള്ളതെന്ന് വെച്ചാൽ, എല്ലാ തിന്മകളെയും വെറുത്തും ശപിച്ചും ത്യാഗിയുമാണ് ആളുകൾ ചെയ്യണത്. കുടിക്കണോ പറയുന്നത് ഹറാമാണ്, ശീലായില്ലേ, എന്താ ചെയ്യാ, കുടിക്കല്ലാതെ നിവൃത്തിയില്ലല്ലോ, കുടിക്കണ ഹറാമാണ്, ഹറാമാണ്, വേണ്ടാത്ത പണിയാണ് എന്നൊക്കെ ചെയ്ത് വിചാരിച്ചുകൊണ്ട് അത് രഹസ്യമായിട്ട് കുടിക്കണത്. വ്യഭിചരിക്കണോ അതൊരു പുണ്യകർമ്മ വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്, കുറ്റം വിട്ട് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പലിശ കുതിക്കണോ ഇത് ഹറാമാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്, കുറ്റബോധത്തോടു കൂടി തന്നെ ചെയ്യണത് ഏത് തിന്മയും. പക്ഷെ ഈ തിന്മക്കുള്ള അപകടം എന്താ അറിയുങ്ങൾ? ശിർക്കിനുള്ള അപകടം എന്താ അറിയുക? ഇത് കുറ്റം വിചാരിച്ചിട്ടല്ല ചെയ്യണമെന്നുള്ളതല്ല പ്രശ്നം, ഇത് കൂലി കിട്ടും വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇവിടെയാണ് പിശാച് വിജയിച്ചിട്ടുള്ളത്. ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന ഒരാള്, മുഹിയദ്ദീൻ ശേഖന് നേരത്തെ വരുന്ന ഒരാള്, ഇന്ന ആളുകളുടെ കുറ്റം കുറ്റങ്ങളും പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആൾ ഇത് പുണ്യകർമാന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഇത് പുണ്യമല്ലാന്ന് പഠിപ്പിക്കണം, ഇത് ശിർക്കാന്ന് പഠിപ്പിക്കണം, എന്നിട്ട് വേണം ഇത് പറഞ്ഞെടുക്കാൻ. കള്ളുടി ഹറാമാന്ന് ആരും പഠിപ്പിക്കേണ്ട ഇത് നീ ആ ഒരു മുസ്ലിങ്ങളെ, ആ മുസ്ലിങ്ങളെ കൂടി പഠിപ്പിക്കേണ്ട. ഓൽക്കാരെ മുസ്ലിങ്ങൾക്ക് അത് ഹറാമാണ്. വ്യഭിചാരം മുസ്ലിങ്ങൾക്ക് ഹറാമാന്ന് കൊടുത്ത നാട്ടിൽ ആ മുസ്ലിങ്ങൾക്കും കൂടി അറിയാം, അത് പ്രസംഗിക്കണ്ട. ഹറാമായ കാര്യം ചെയ്യണതിന്റെ അപകടം പറഞ്ഞിട്ടാൽ മതി. ഇത് ഈ പാപത്തിന്റെ ഗുരുതരാവസ്ഥ എന്താ അറിയോ? ഒന്ന്, ഇത് പുണ്യല്ല, ഇത് അള്ളാഹു വിരോധിച്ച കൊടിയ പാപമാണ് കൂട്ടരേന്ന് പറയണ. ഞങ്ങൾ ഈ പണിയാ ചെയ്യണത്. ഇത് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാകും, ഉണ്ടാവില്ല. ഇതിന് മാത്രമേ മറുപടി പ്രസംഗം വെക്കുള്ളൂ. കള്ളുടിക്കലിനെ പറ്റി വേദന ആരും അതിന് മറുപടി പ്രസംഗം വെക്കൂല. നന്നായി ഇവര് പറഞ്ഞു കൊണ്ടേന്നറിയും. ഇതിന് മറുപടി
എന്തിനാണെന്നറിയോ? ഇത് വിശ്വാസത്തിനാണ് ഈ ചോദ്യം ചെയ്യണത്. ഞങ്ങള് എന്ത് വെച്ചിട്ടാന്നറിയോ? ഒരാധാരം മുമ്പിൽ വെച്ചിട്ടാ. ഈ ആധാരം നമ്മൾ ജീവനക്കാരേറെ സ്നേഹിക്കുന്ന ആധാര പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആനിലെ നൂറുകണക്കിന് ആയത്തുകളിലുള്ളതായി പറഞ്ഞിട്ടുണ്ട്. ഈ ഖുർആനിലെ ഈ ഖുർആനിന്റെ മാർഗമാണ് നേരായ വഴി. ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്കാണ് ഈ ഖുർആൻ നിങ്ങളെ വഴി കാണിക്കുന്നത്. ആ ഖുർആനാണ് ഈ പറഞ്ഞത്. എന്താണ് ഈ പറഞ്ഞത്? നിങ്ങൾ ഒരാളെ ബദരീങ്ങളെ വിളിച്ചാൽ, നമ്പർത്തങ്ങളെ വിളിച്ചാൽ, മുഹിയദ്ദീൻ ശേഖനെ വിളിച്ചാൽ എന്താ അതിന്റെ അവസ്ഥ? ഒരു കേൾക്കൂല, ഒരു അറിയില്ല, ഒരു ഉത്തരം ചെയ്യൂല എന്ന് മാത്രമാണോ? എങ്കിലത് അങ്ങനെ വിട്ടാൽ മതി. അങ്ങനെ വിട്ടാൽ മതി. അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ഈ മറ്റേ നെല്ലിനടിക്കണ ഈ ചായക്കുള്ള മരുന്നുണ്ടല്ലോ, അത് പ്രാണികളെ ഒന്നും നശിപ്പിക്കൂലട്ടോ. എന്നാ വേണ്ട, നമുക്ക് പുതിയ വഴി അടിച്ചാൽ മതി. പ്രാണികളെ നശിപ്പിക്കൂലട്ടോ എന്ന് പറഞ്ഞ് നിൽക്കല്ല, ആ നെല്ല് നിന്നോ ചാവും കൂടിയിട്ടോ എന്നും കൂടി പറയുമ്പോ ആ വിഷം പിന്നോ അടിക്കൂല. അത് പ്രാണികളെ നശിപ്പിക്കൂലട്ടെന്നാണ്. എന്നാ നശിക്കണ വേറെ നോക്കിയാൽ അടിച്ചാട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അടിച്ചത് തിന്നാല് നിങ്ങൾ ചത്തു പോകട്ടോ എന്ന് പറഞ്ഞാൽ വിഷയം ഗൗരവ. ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത് കൊണ്ട്, മുഹിയദ്ദീൻ ശേഖ് എന്ന് വിളിക്കുന്നതുകൊണ്ടും, റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ഉത്തരം കിട്ടൂല എന്നുള്ളതാണ് വിഷയം. അത് മാത്രമാണെങ്കിൽ പ്രശ്നമില്ല. വെക്കാം. ആ ചെയ്യണ പ്രവർത്തനം ഉണ്ടല്ലോ, അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാണെന്ന് ഖുർആൻ പറഞ്ഞു. ആ ശിർക്ക് ചെയ്താലുള്ള അവസ്ഥ ഖുർആൻ പറയുന്നത് കേൾക്കണം നമ്മള്. ആ ശിർക്ക് ചെയ്താലുള്ള അവസ്ഥ എന്താണ്? അവസ്ഥ എന്നറിയോ? ഒന്ന് وَلَقَدْ أُوحِيَ إِلَيْكَ وَإِلَى الَّذِينَ مِنْ قَبْلِكَ لَئِنْ أَشْرَكْتَ لَيَحْبَطَنَّ عَمَلُكَ وَلَتَكُونَنَّ مِنَ الْخَاسِرِينَ. മുഹമ്മദ് നബിയെ, താങ്കളുടെ മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ നബിമാർക്കും വഹി നൽകിയതുപോലെ താങ്കൾക്കും ഇതാ വഹി നൽകുന്നു. താങ്കളെങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ താങ്കളുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും റസൂലേ. എല്ലാ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ താങ്കൾ ആപതിക്കുകയും ചെയ്യും. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് ഖുർആൻ? ശിർക്കെങ്ങാനും താങ്കൾ ചെയ്താൽ താങ്കളുടെ എല്ലാ പുണ്യകർമ്മങ്ങളും നശിക്കും. എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ താങ്കൾ ആവുകയും ചെയ്യും. ഇതെല്ലാ നബിമാരോടും പറഞ്ഞതാ. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്. ആ നബിമാരെയൊക്കെ അല്ലാഹു മാർഗത്തിലാക്കിയ നബിമാരാണ്. ഫബിഹുദാഹു മുഖ്തദി. അവരുടെ മാർഗമാണ് നീ പിൻപറ്റേണ്ടത്. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ആ നബിമാരെങ്ങാനും ശിർക്ക് ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകുമായിരുന്നു. അതെന്നെയാണ് റസൂലുള്ളാഹ് താങ്കളോട് പറയുന്നത്. പൊന്നു സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും ചെയ്തുകൊണ്ട്, അല്ലാഹുവല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ട്, നമസ്കരിച്ചിട്ടോ, നോമ്പ് നോച്ചിട്ടോ, സക്കാത്ത് കൊടുത്തിട്ടോ, ഹജ്ജ് ചെയ്തിട്ടോ 10 പൈസയുടെ വില പോലും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രതിഫലമില്ല. പടച്ചവന്റെ അടുത്ത് കഠിനമായ ശിക്ഷയാണുള്ളത്. കാരണം പുണ്യകർമ്മം വേണമെങ്കിൽ ശിർക്ക് ചെയ്യാതിരിക്കണം. നാളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുന്നൊരു വിഭാഗമുണ്ട്. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുന്നൊരു വിഭാഗം. സഹാബത്ത് ചോദിച്ചു, ആരാണ് റസൂലുള്ളാഹ് അവര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിന്മ ചെയ്തിട്ടുണ്ടാകും, കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാകും, തൗബ ചെയ്തിട്ടുണ്ടാവുകയില്ല. അവരെ അല്ലാഹു നരകത്തിലേക്ക് കൊണ്ടുപോകും. ആ നരകത്തിലെ ശിക്ഷ അവർ ചെയ്ത തിന്മക്കനുസരിച്ചുള്ള തോതനുസരിച്ചുള്ള ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും പിന്നെ അവരെ നരകത്തിൽ അവശേഷിപ്പിക്കുകയില്ല. അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? അവർക്ക് നന്മയുണ്ട്. തിന്മയുടെ ശിക്ഷയെ കഴിഞ്ഞിട്ടുള്ളൂ. അണുവോളം അളവ് നന്മയായാലും തിന്മയായാലും അതിന്റെ പ്രതിഫലം കിട്ടുന്ന ഖുർആൻ പറഞ്ഞത്. നന്മ അയാൾ ചെയ്തിട്ടുണ്ട്, ആ നന്മ അയാൾക്കുണ്ട്. തിന്മ ചെയ്തു, തൗബ ചെയ്യാത്തത് കൊണ്ട് ശിക്ഷ കിട്ടി, അയാൾ നരകത്തിൽ പോയി. അയാൾ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വരണമെങ്കിൽ നന്മ വേണം. സഹാബത്ത് ചോദിച്ചു, ആരാണ് റസൂലുള്ളാഹ് പുറത്തേക്ക് വരുന്ന ആളുകൾ? ഭാഗ്യവാന്മാരാണല്ലോ.
റസൂൽ പറഞ്ഞ എന്താ അറിയോ? വഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈആ. ശിർക്ക് ചെയ്യാതെ മരിച്ചുപോയവരാണ് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കലെങ്കിലും അവരുടെ ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് വരുന്നവർ. ആ നരകത്തിൽ കടന്നതിന് ശേഷം സ്വർഗത്തിലേക്ക് ഒരിക്കലെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ മുസ്ലിം സുഹൃത്തുക്കളെ, ശിർക്ക് ചെയ്യരുത്. ശിർക്ക് ചെയ്താൽ ഉള്ള അവസ്ഥ ആരെങ്കിലും ശിർക്ക് ചെയ്തു പോയാൽ അവന് സ്വർഗം ഹറാമാകുന്നു. മുസ്ലിം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാര്, ഈ സ്പീക്കറിന്റെ പരിസരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരും സഹോദരന്മാരും ഇന്ന് കിടന്നുറങ്ങൂലെന്ന് ഞങ്ങൾക്കറിയാം സ്വസ്ഥായിട്ട്. എന്താ കാരണം അറിയോ? റബ്ബേ, ഈ തെറ്റാണോ ഞങ്ങൾ ഈ ചെയ്യണത്? സ്വർഗം ഹറാമായ പാപമാണോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമസ്കാരവും നോമ്പും സ്വീകരിക്കാത്ത കടുത്ത അപരാധമാണോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇത് കേൾക്കുന്നത് മുജാഹിദുകളുടെ ആയത്തുകളല്ല, അള്ളാഹുവിന്റെ ആയത്തുകളാണ്. ഈ ആയത്തുകൾക്ക് നേരെ പടച്ചവനെ വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വാസമുള്ള, ഖുർആൻ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരൊറ്റ മുസ്ലിം പുറംതിരിഞ്ഞു നിൽക്കൂല. ആ ധൈര്യത്തോണ്ടാണ് ഞങ്ങളിത് പറയുന്നത്, ഖുർആൻ തന്നെ വെച്ച് പറയുന്നത്. ഇത് കേൾക്കുന്നവരാണ് തീർച്ചയായും ആലോചിക്കും, 100 വട്ടം ആലോചിക്കും. പുണ്യകർമ്മങ്ങൾ ബാത്തിലാകുന്ന ഈ പ്രവർത്തനം, സ്വർഗം ഹറാമാകുന്ന ഈ പ്രവർത്തനം. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു വിപത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം വരും, ശിർക്ക് ചെയ്യുന്ന അവസ്ഥ മുസ്ലിം സമൂഹത്തിന് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, ഒരാള് നിസ്കരിക്കാൻ നിൽക്കാം, അയാളോട് അല്ലാഹു തആല പറഞ്ഞു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. റബ്ബേ, നേരായ മാർഗത്തിൽ ഞങ്ങൾ നീ ആക്കണം. 17 പ്രാവശ്യം ആവർത്തിച്ച് നിർബന്ധമായി ഓരോ റക്അത്തിലും പാരായണം ചെയ്യേണ്ട ഈ സൂറത്തുൽ ഫാത്തിഹയുടെ അവസാന ഭാഗം നിങ്ങൾ നോക്കൂ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങൾ നീ ആക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കല്ല. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. റബ്ബേ, നിന്റെ കോപം ഏറ്റുവാങ്ങിയ ജൂതന്മാരുടെ മാർഗത്തിൽ ഞങ്ങൾ നീ ആക്കരുത്, വഴിപഴച്ചു പോയവരുടെ മാർഗത്തിൽ ഞങ്ങൾ നീ ആക്കരുത് റബ്ബേ. ആരാണ് ഈ പറയുന്നത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് കലിമത്ത് ഷഹാദത്തൈനി ചൊല്ലിയിട്ട് മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ച ആളോട് അല്ലാഹ് പറയാൻ നിർബന്ധമായിട്ടത് പറയണം. നേർമാർഗത്തിലാക്കണമെന്ന് പറഞ്ഞാൽ പോരാ. വഴിപഴച്ചവരുടെയും നിന്റെ കോപം ഏറ്റുവാങ്ങിയ ജൂതനസറാക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ആക്കല്ല റബ്ബേ എന്ന് പറയണം. എന്തേ കാരണം? അങ്ങനെ നിങ്ങളാകാൻ പോകുന്നുണ്ട്. തിരുമേനി പറഞ്ഞു, റസൂലുള്ളാഹ് നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ ചാടിന് ചാടായും മുഴത്തിന് മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യും. സഹാബത്ത് ചോദിച്ചു, റസൂലുള്ളാഹ്, ജൂതന്മാരെയും നസ്രാക്കളെയും ഞങ്ങൾ പിൻപറ്റുന്നതാണോ? റസൂലുള്ളാഹ് പറഞ്ഞു, സുമ്മൻ, പിന്നെ ആരെയാണ് നിങ്ങൾ പിൻപറ്റാനുള്ളത്? എന്താ അവര് ചെയ്യുന്ന തിന്മ? അവർ ചെയ്ത ഏറ്റവും കൊടിയ തിന്മെന്താ? അതാണ് തിരുമേനി പറഞ്ഞു. പറഞ്ഞേ, അവർ ചെയ്ത തിന്മെന്താന്നറിയോ? റസൂലുള്ളാഹ് വഫാത്താകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് റസൂലുള്ളാഹിക്ക് ബോധക്ഷയം വരുന്നു, ബോധം തെളിയുന്നു. റസൂലുള്ളാഹ് ഏത് സമയത്തും അല്ലാഹുവിലേക്ക് നീങ്ങാനുള്ള അവസരമായി എന്ന് സഹാബത്ത് ഇങ്ങനെ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിഷാ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുക റസൂലുള്ളാഹ്. മരിക്കുന്നതിന്റെ അവസാനം മണിക്കൂറുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മുസ്ലിം ലോകത്തോട് ചിലതൊക്കെ പറഞ്ഞു. മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് 2 കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന്, ലഅനല്ലാഹു യഹൂദ വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂതനസറാക്കളെ അല്ലാഹു ശപിക്കാനുള്ള കാരണം അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ അവരാരാധനാലയങ്ങളാക്കി എന്നതിനാലാണ്.
അമ്പിയാക്കന്മാരുടെ ഖബറുകൾ, കാഫിറുകളുടെ ഖബറല്ല, അമ്പിയാക്കന്മാരുടെ ഖബറുകൾ. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഞാൻ നിങ്ങളോടത് നിരോധിക്കുന്നു, നിങ്ങളത് സൂക്ഷിക്കണം, നിങ്ങളത് സൂക്ഷിക്കണം. അവരെ ചാനായും മുഴത്തിന് മുഴമായും നിങ്ങളെ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ റസൂലുള്ളാഹ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവാചക തിരുമേനി അവസാനം പറഞ്ഞ വാക്കാണ്, ജൂതനസ്രാക്കന്മാരെ ശപിക്കാനുള്ള കാരണം അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധിച്ചതാണ്, നിങ്ങളത് സൂക്ഷിക്കണം. എന്നിട്ട് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ. റബ്ബേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുത്. ആരാധിക്കപ്പെടുന്ന, പൂജ ചെയ്യപ്പെടുന്ന ഖബറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേര് ബിംബം എന്നാണ്. ഖബർ എന്നല്ല, ബിംബം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പാപം മുസ്ലിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് ഒന്നുകൂടി കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅ ഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽ-ലൗസാൻ, ഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽ-ലൗസാൻ, ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ചില വിഭാഗങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചാലല്ലാതെ ഖിയാമം സംഭവിക്കുകയില്ല. എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ചില വിഭാഗങ്ങൾ മുശ്രിക്കുകളുമായി അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും കൂടിക്കലർന്നാലല്ലാതെ ഖിയാമം സംഭവിക്കുകയില്ല. സഹോദരങ്ങളെ, മനസ്സ് മുഴുവൻ തുറന്നു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പുലർന്നു. മുസ്ലിങ്ങൾ ഇസ്ലാമും ഖബറും തമ്മിൽ രണ്ട് ബന്ധമുള്ളത്. ഒന്ന്, ഖബർ സിയാറത്ത് ചെയ്യാം, സുന്നത്തായ ഒരു കാര്യം. എന്തിനാണ്? അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. രണ്ട്, നമുക്ക് പരലോകത്തെ കുറിച്ച് ഓർമ്മ വരാം. ഇതിന് ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്, ആർക്കും ചെയ്യാം. അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും നമ്മൾക്ക് പരലോകത്തെ കുറിച്ച് ഓർമ്മ വരാനും ഖബർ കാണുമ്പോൾ അങ്ങനെ ചിന്ത വരും. മൂന്നാമത്തെ ഒരു പരിപാടി ഇസ്ലാമും ഖബറും തമ്മിലില്ല, മുസ്ലിങ്ങളും ഖബറും തമ്മിലില്ല. പക്ഷേ ഇന്ന് മുസ്ലിങ്ങൾ ജൂത നസ്രാക്കളെ ചാണിന് മുഴത്തിന് മുഴമായി പിൻപറ്റി ഖബറിലുള്ളവരോട് പ്രാർത്ഥിക്കുന്നു, ജാറം മൂടുന്നു, അവിടെ കാണിക്കകൾ അർപ്പിക്കുന്നു. എത്ര വരെ, ഏതുവരെ? വഇദാ ദുക്കിറല്ലാഹു വഹദഹു ഇസ്മഅത്ത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ വഇദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. അല്ലാഹുവിനെ മാത്രം, പടച്ചവനെ മാത്രം, അല്ലാഹുവിനെ മാത്രം എന്ന് പറപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ മനസ്സിൽ വെറുപ്പാണ്. വഇദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി, അല്ലാഹു അല്ലാത്തവരെ കുറിച്ച് പറയപ്പെട്ടാലോ ഇദാ ഹും യസ്തബ്ശിറൂൻ, അവർ സന്തോഷിക്കുകയായി, അവർ പുഞ്ചിരിക്കുകയായി. അല്ലാഹുവിനെ മാത്രോ, പടച്ചവനെ മാത്രോ എന്ന് ആളുകൾ ചോദിക്കുന്നൊരവസ്ഥ ഖുർആൻ തന്നെ പറയാം. അല്ലാത്തവരെ പറ്റിട്ട് പറഞ്ഞാലോ അവർക്ക് വലിയ സന്തോഷമായി. അള്ളാഹുവിന്റെ മാർഗത്തിൽ, പടച്ചവന്റെ മാർഗത്തിൽ സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ മുമ്പിലൊന്ന് പൊട്ടിക്കരയാറാ, പടച്ചവന്റെ മുമ്പിലൊന്ന് മനസ്സു